എറണാകുളം കിഴക്കമ്പലത്തെ സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് രാജ്യാന്തര ഹോക്കിയുടെ നെറുകയിലേക്ക്. ഇന്ത്യൻ ഹോക്കിയിലെ എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായി അയാൾ ഒടുവിൽ കളമൊഴിയുകയാണ്. PR ശ്രീജേഷ്. കേരളം പോലെ ഹോക്കിക്ക് അത്ര സ്വാധീനമില്ലാത്ത നാട്ടിൽ നിന്നെത്തി ഇത്രയും കാലം ദേശീയ ടീമിനായി കളിക്കാൻ കഴിഞ്ഞ മറ്റൊരു കളിക്കാരനുമില്ല. കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കളിക്കാരനെന്ന് നിസ്സംശയം പറയാം. ആ അർത്ഥത്തിൽ കേരളം ഇന്ത്യക്ക് സമ്മാനിച്ച ഇന്റർനാഷണൽ. നിരവധി രാജ്യാന്തര മത്സരങ്ങളിൽ ചോരാത്ത കൈകളായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒളിമ്പിക്സ് വെങ്കലം കൊണ്ടുവന്നതടക്കം എത്രയെത്ര ഉദാഹരണങ്ങൾ. 2 പതിറ്റാണ്ടിനടുത്തായി ഇന്ത്യൻ ഹോക്കിയുടെ കാവൽക്കാരനാണ് ശ്രീജേഷ്. 2003 ദേശീയ ജൂനിയർ ക്യാമ്പിലെത്തിയതോടെ ശ്രദ്ധിക്കപ്പെട്ടു. സമർപ്പണവും നിശ്ചയദാർഢ്യവും 3 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കുപ്പായത്തിലെത്തിച്ചു. 328 മത്സരങ്ങളിൽ രാജ്യത്തിന്റെ വല കാത്തു. 2 തവണ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി. 2 തവണ ഏഷ്യ കപ്പ് വിജയത്തിലും 4 തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിലും പങ്കാളിയായി. രാജ്യത്തെ മികച്ച കായിക താരത്തിനുള്ള ഖേൽരത്ന പുരസ്കാരവും തേടിയെത്തി. 2015 അർജുന അവാർഡും 2017 പത്മശ്രീ അവാർഡും ലഭിച്ചു. ഹോക്കി ആയിരുന്നില്ല കുട്ടിക്കാലത്ത് ശ്രീജേഷിന്റെ ഇഷ്ടവിനോദം. അത്ലറ്റിക്സിലും വോളിബോളിലും ബാസ്കറ്റ്ബോളിലുമായിരുന്നു കമ്പം. കൃഷിക്കാരനായ അച്ഛൻ PV രവീന്ദ്രൻ വീട്ടിലെ പശുവിനെ വിറ്റായിരുന്നു മകന് ആദ്യമായി ഗോൾ കീപ്പിംഗ് കിറ്റ് വാങ്ങി നൽകിയത്. സ്പോർട്സിലെ അഭിരുചി തിരിച്ചറിഞ്ഞ അധ്യാപകർ തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിലേക്ക് അയച്ചത് വഴിത്തിരിവായി. അവിടെ വെച്ചാണ് ഹോക്കി സ്റ്റിക്ക് ആദ്യമായി തൊടുന്നത്. 8ാം ക്ലാസ്സുകാരന്റെ ഊർജം കണ്ട് പരിശീലകൻ ജയകുമാർ വല കാക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു. പല കളികളിലും ഒറ്റയ്ക്ക് ടീമിനെ വിജയത്തിലെത്തിച്ചു. ലണ്ടൻ റിയോ ഒളിമ്പിക്സ് സംഘത്തിലെ 1ാം നമ്പർ ഗോളിയായി. റിയോയിൽ ക്വാർട്ടർ വരെ എത്തിച്ച ടീമിന്റെ ക്യാപ്റ്റനായി. ടോക്കിയോയിലും ആ കൈകൾ ചോർന്നില്ല. രാജ്യാന്തര ടൂർണമെന്റുകളിൽ വിജയത്തിന്റെ പതാകവാഹകനായി. സമർപ്പിത കായിക ജീവിതത്തിനുള്ള അംഗീകാരമാകും പാരീസ് ഒളിമ്പിക്സ് ശ്രീജേഷിന് നൽകുക.